പാലക്കാട് വൻ ലഹരി മരുന്ന് വേട്ട. KSRTC ബസ്സിലൂടെ കടത്താൻ ശ്രമിച്ച 1/2 കിലോയിലേറെ MDMA പിടികൂടി. ബസ്സിലെ യാത്രക്കാരനായ തൃശൂർ പുതൂർ സ്വദേശി റെനിൽ രാജനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 538 ഗ്രാം ലഹരി മരുന്നാണ് കണ്ടെടുത്തത്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതെന്നാണ് പ്രതി എക്സൈസിന് നൽകിയ വിവരം. പാലക്കാട് ജില്ലയിൽ നിന്നും ഈ വർഷം പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. പിടിച്ചെടുത്ത ലഹരി മരുന്നിന് 1.5 കോടിയോളം വില വരുമെന്ന് എക്സൈസ് പറയുന്നു. പ്രതിക്ക് ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളുമായി ബന്ധമുള്ളതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. വാളിയാർ പമ്പാമ്പുള്ളത്തുള്ള ടോസ് പാളയിൽ നൽകിയ പതിവ് പരിശോധനയിലാണ് ബസ് യാത്രക്കാരനായ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗിൽ നിന്ന് MDMA കണ്ടെടുത്തത്. സംസ്ഥാനത്തെ കോളേജുകളിൽ ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് വിൽപ്പന നടത്തുന്നതായിരുന്നു ലഹരി എത്തിച്ചത്. പിടിച്ചെടുത്ത ലഹരി മരുന്നിന് വിപണിയിൽ 1.5 കോടി രൂപയിലേറെ വില വരും. വിപണിയിൽ കൃത്രിമ ഡിമാൻഡുണ്ടാക്കി അതിലും കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതാണ് ഇയാളുടെ രീതി. പാലക്കാട് ജില്ലയിൽ നിന്ന് ഈ വർഷം പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പിന്നിൽ വലിയൊരു ഗ്രൂപ്പുള്ളതായി സംശയിക്കുന്നുണ്ടെന്ന് എക്സൈസ് വകുപ്പ് പറഞ്ഞു. കൂടുതൽ അന്വേഷണവും ഇതിനെക്കുറിച്ച് നടക്കും. പ്രതി റെനിൻ രാജേന്ദ്രൻ ആദ്യമായാണ് എക്സൈസിൻ്റെ വലയിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ മറ്റു കേസുകൾ നിലവിലുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായ പ്രതിക്ക് സവാള കച്ചവടം കൂടിയുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം പിടിച്ചെടുത്ത 1 കിലോ MDMA ആണ് ജില്ലയിലെ ഏറ്റവും വലിയ മൊത്തവേട്ട. അതിനെ തുടർന്നുള്ള രണ്ടാമത്തെ സംഭവമാണ് ഇന്നത്തേത്. സർക്കിൾ ഇൻസ്പെക്ടർ അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രജിത്, തൗഫീഖ്, ഹരികൃഷ്ണൻ, സുബിൻ രാജ്, അനീഷ് എന്നിവരും പങ്കെടുത്തു. തമിഴ്നാട്ടിലെ ആൻറ്റി നാർക്കോട്ടിക് വിങ്ങുമായി കേരളം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ നിന്ന് ലഭിച്ച ചില സൂചനകൾ പ്രകാരം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അതിർത്തിയിലെ വലിയ ചെക്കിംഗാണ് ഏർപ്പെടുത്തിയിരുന്നത് എന്നും എക്സൈസ് പറഞ്ഞു. ചെറിയൊരു സൂചന കിട്ടിയ പ്രകാരം നമ്മൾ കുറച്ച് ശക്തമാക്കി. 2-3 ദിവസം ഫുള്ളായിട്ട് റാൻഡമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സാധനം കിട്ടിയത്. ഇതിപ്പം ഈ കോൺട്രാബാൻഡ് 1/2 കിലോ ഉണ്ട്, 1/2 കിലോയ്ക്ക് മേളിലുണ്ട്. അതായത് 0.538 ഗ്രാമുണ്ട്. 1/2 കിലോ 538 ഗ്രാമുണ്ട്. വിപണിയിൽ കരിഞ്ഞ ബ്ലാക്ക് മാർക്കറ്റിൽ ഒരു 1.5 കോടിക്ക് മേളിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിൽ നല്ലൊരു ബന്ധം തന്നെ കാണും, ഒരു ഗ്രൂപ്പ് തന്നെ കാണും. പക്ഷേ ആൾ കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞതെന്ന്. പക്ഷേ അത് വന്ന ഉറവിടം അന്വേഷിക്കണം. അതെ, എറണാകുളം വരെ പോകുന്ന ഒരു KSRTC ബസ്സാണ്. ആളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. വളരെ കാഷ്വലായിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ നമുക്കൊരു സംശയം തോന്നിയെല്ലാം എല്ലാവരും ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു രീതിയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.